നമസ്കാരം. ഏവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്ന ഗ്രീൻ ജോബ്സ് ആൻഡ് ദ പ്രോബ്ലം ഓഫ് ജെൻഡർ ഡിസ്പാരിറ്റി എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജെൻഡർ ഇൻഇക്വാളിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 വരുന്ന സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഇതിനകത്ത് ഗ്രീൻ എനർജിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനപ്പെട്ട കീ വേർഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജെൻഡർ ഡിസ്പാരിറ്റി അഥവാ ജെൻഡർ ഇൻഇക്വാളിറ്റി. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സുകളിലൊക്കെയാണ് ഡിസ്കസ് ചെയ്തതാണ്. മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ എസ്പെഷ്യലി എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ വർക്ക് പ്ലേസുകളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ആ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ വേർതിരിവുകളെയാണ് മെയിൻലി ജെൻഡർ ഡിസ്പാരിറ്റി ഇഷ്യൂസ് ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ ജോബ്സ് എന്നുള്ള ആർട്ടിക്കിൾ ഒരു ടേം നമുക്ക് ഇതിനകത്ത് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ മുമ്പത്തെ ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് ഡേയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹൈലൈറ്റ് ചെയ്തൊരു ടേം കൂടിയായിരുന്നു ഗ്രീൻ ജോബ്സിനെ കുറിച്ചിട്ട്. അപ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെയുള്ള ടേമുകൾ വെച്ചിട്ട് നമുക്ക് എക്സാംസിന് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ തന്നെ ആർട്ടിക്കിൾസ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഗ്രീൻ ജോബ്സും അവിടെ ഉണ്ടാകുന്ന ജെൻഡർ ഡിസ്പാരിറ്റിയും എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന അഫക്ട് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഗ്രീൻ ജോബ്സ് എന്നുള്ളത് മനസ്സിലാക്കാം. ആ പേരിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ കുറേ കാര്യങ്ങൾ എന്താ പറയുക കണക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ബിക്കോസ് ഗ്രീൻ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് ഓഫ് ജോബ്സ് ആണ് ദാറ്റ് ഡയറക്ട്ലി ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിലേക്കൊക്കെ തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന തരം ജോബുകളെയാണ് നമ്മൾ ഗ്രീൻ ജോബ്സ് എന്ന് പറയുന്നത്. പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ജോബ്സ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ ഒരു തരം ജോലികളായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ കൂടുതലായിട്ടും റിന്യൂവബിൾ എനർജി കോൺസെൻട്രേറ്റ് ഉള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോഴേക്കുമാണ് അത്തരത്തിലുള്ള ജോബുകൾ എന്തായിട്ട് മാറുന്നത്, ഗ്രീൻ ജോബ്സ് ആയിട്ട് മാറുന്നത്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ റിന്യൂവബിൾ എനർജിയുടെ ഭാഗമായിട്ടുള്ള ജോബുകൾ, കൺസർവേഷൻ ഓഫ് റിസോഴ്സ് കൺസർവേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എൻഷുറിംഗ് എനർജി എഫിഷ്യൻ മീൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ദെൻ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ, ഗ്രീൻ ട്രാൻസ്പോർട്ട്, അർബൻ ഫാമിംഗ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തിന്റെ ഭാഗമായിട്ട് മാറും, ഗ്രീൻ ജോബ്സിന്റെ ഭാഗമായിട്ട് മാറും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ജോലികൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ജോബ്സ് എന്നുള്ള കാര്യം ഓർക്കുക. ബിക്കോസ് ദേ ഹാവിംഗ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ അവർ പ്ലാനറ്റ് ആൻഡ് ദേ കോൺട്രിബ്യൂട്ട് ടു ദ ഓവറോൾ എൻവയോൺമെന്റൽ വെൽഫെയർ എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ദേ ആർ എയിംഡ് അറ്റ് റെഡ്യൂസിംഗ് ദ നെഗറ്റീവ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് സെക്ടേഴ്സ്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. നോർമലി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് വെച്ച് ഓടിക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ഇപ്പം പുതിയ രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ നമ്മുടെ EV ഇലക്ട്രിക്കലി പവേർഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ മേഖലയിൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏത് ജോബിന്റെ ഭാഗമായിട്ട് മാറും, ഗ്രീൻ ജോബ്സിന്റെ ഭാഗമായിട്ട് മാറും. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് ദ നെഗറ്റീവ് എൻവയോൺമെന്റ് ഇമ്പാക്ട്. ഇത്ര നാൾ ആ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ എന്താ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ നെഗറ്റീവ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഫർദറിംഗ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ലോ കാർബൺ എക്കണോമി. കാരണം ഇന്ത്യ ആണെങ്കിലും ഒരു കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് 2070 മാറും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് എയിം ആയിട്ട് നമ്മൾ പറയപ്പെടുന്നു. സോ അതിലേക്കുള്ള വഴികളാണ് ഈ ഗ്രീൻ ജോബ്സിന്റെ ഭാഗം എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ജോലികൾ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ജോലികളിൽ ഇവൻ ദോ നമ്മൾ ഈ റിന്യൂവബിൾ എനർജിയിൽ ഒരുപാട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി. എസ്പെഷ്യലി കണക്കുകൾ നോക്കുവാണെങ്കിൽ 2015 നിന്നും 2021 വരെയുള്ള കണക്കുകൾ നോക്കുവാണെങ്കിൽ റിന്യൂവബിൾ എനർജി മേഖലയിൽ നമ്മൾ 250% വർധനവാണ് ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നാൽ അത്രയും ആ ഒരു മേഖലയിൽ വളർച്ച ഇന്ത്യ കൈവരിക്കുമ്പോൾ പോലും ഈ ഒരു മേഖലയിൽ, അതായത് റിന്യൂവബിൾ എനർജി മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ പ്രൊപ്പോർഷൻ എന്നുള്ള വളരെ കുറവാണ്. 11% മാത്രമാണ്. മിയർലി 11% ഓഫ് വർക്കേഴ്സ് ഇൻ ദ സോളാർ റൂഫ് ടോപ്പ് സെക്ടേഴ്സ് ആർ വുമൺ എന്നുള്ള കാര്യം ഓർക്കുക. ബാക്കി പറഞ്ഞ പോലെ ആ ഒരു 88% ആൾക്കാരും ഈ പറഞ്ഞ പോലെ ആര് തന്നെയാണ്, പുരുഷന്മാരാണ്. ആ മേഖലകളിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് 2019-20 കാലഘട്ടത്തിലെ സർവേ ആണ്. ഈ ഒരു സർവേ കാണിച്ചു തരുന്നത് ഷോസ് ദാറ്റ് വുമൺ വർക്കേഴ്സ് ആർ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ഇൻഡസ്ട്രീസ് സച്ച് ആസ് അപ്പാരൽ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ, ലെതർ, ഫുഡ് ആൻഡ് ടൊബാക്കോ. ഈ മേഖലകളിലാണ് കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പം പൊതുവായിട്ട് പറയുവാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചർ, ഈ മേഖലകളൊക്കെയാണ് പരമ്പരാഗതമായിട്ട് കാർബൺ ഇന്റൻസീവ് ആയിരുന്നു. അവരെ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ എക്കോ ഫ്രണ്ട്ലി മേഖലകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ തൊട്ടും നമ്മൾ പറഞ്ഞ ടെക്സ്റ്റൈൽ, ലെതർ, ഫുഡ്, ടൊബാക്കോ, ഈ മേഖലകളൊക്കെ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇവ ഉണ്ടായിരുന്നത്, അതേപോലത്തെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിന്യൂവബിൾ എനർജി മേഖലയിലേക്ക് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറയുന്നത്. കാരണം അവർ ഓട്ടോമാറ്റിക്കലി അവരെ ട്രഡീഷണലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മേഖലകൾ സ്റ്റിൽ കാർബൺ ഇന്റൻസീവ് മേഖലകളായിട്ട് തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലകളിലേക്ക് എന്ത് വരുന്നില്ല, ഈ റിന്യൂവബിൾ എനർജിയുടെ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ മിയർ ആയിട്ടുള്ള ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് കണ്ടുവരുന്നത്.
അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടായേക്കാം, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മേഖല ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ് ഇങ്ങനെയുള്ള മേഖലകൾ എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും പുരുഷന്മാർ മാത്രം വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ സോഷ്യൽ ജസ്റ്റിസിനൊക്കെ തന്നെ പഠിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് സോഷ്യൽ നോംസിന്റെ റെസ്ട്രിക്റ്റീവ് നേച്ചറാണ്. അതായത് പാട്രിയാർക്കിക്കൽ സൊസൈറ്റി നമ്മൾ ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കും. ആ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആ ഒരു സോഷ്യൽ റെസ്ട്രിക്ഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വർക്കുകളിലേക്ക് സ്ത്രീകൾക്ക് എൻട്രി കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് പറയേണ്ടതായിട്ടുള്ളത്. കാരണം സർട്ടൺ കൈൻഡ് ഓഫ് ടെക്നിക്കൽ റോളുകൾ, സേഫ്റ്റി കൺസേൺസ്, അതായത് ടെക്നിക്കൽ റോളുകളിൽ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ധാരണ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി കൺസേൺസ്, അവരെ വർക്കിന് എടുത്തു കഴിഞ്ഞാൽ സേഫ്റ്റി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകളാണ്, എസ്പെഷ്യലി പറഞ്ഞ തെറ്റായുള്ള ധാരണകളാണ് എസ്പെഷ്യലി സ്ത്രീകളെ ഈ പറഞ്ഞ പോലെ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക് ഉണ്ട് കേട്ടോ, സയൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിൽ ഈ പറഞ്ഞ പോലെ സയൻസ്, മാത്തമാറ്റിക്സ്, അങ്ങനെ ഈ പറഞ്ഞ പോലെ സയൻസ് ആൻഡ് ടെക്, സ്റ്റെം മേഖലകൾ നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലോ, ആ മേഖലകളിലേക്ക് കൂടുതലായിട്ടും സ്ത്രീകൾ കടന്നു വരുന്നത് കുറയുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ അങ്ങനെ ആ ഒരു ധാരണയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യക്ക് ഈ പറഞ്ഞ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് സ്റ്റഡി 2023 നടന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൽ കൗൺസിൽ ഫോർ ഗ്രീൻ ജോബ്സിന്റെ സ്റ്റഡിയിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് 85% ഓഫ് ട്രെയിനിങ് ഫോർ ഗ്രീൻ സ്കിൽസ് വെർ ഇമ്പാർട്ടഡ് ടു മെൻ. അതായത് ഗ്രീൻ സ്കില്ലുകൾ, അതായത് ഈ പറഞ്ഞ പോലെ റിന്യൂവബിൾ എനർജി മേഖലകളിലൊക്കെ ആണെങ്കിലുള്ള വർക്കുകളെ കുറിച്ചിട്ട് ട്രെയിനിങ് കൊടുത്തതിനകത്ത് കൂടുതൽ മാർക്ക് തന്നെയാണ് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അറ്റൻഡ് ചെയ്തതും പുരുഷന്മാരാണെന്ന് പറഞ്ഞു. വെറും ഈ പറഞ്ഞ പോലെ ബാക്കി ഒരു 15% മാത്രമേ അവിടെ ഉണ്ടായിരുന്നു സ്ത്രീകൾ. വൈൽ ഓവർ 90% വുമൺ ബിലീവ് ദാറ്റ് സോഷ്യൽ നോംസ് ലിമിറ്റഡ് ദർ പാർട്ടിസിപ്പേഷൻ ട്രെയിനിങ് ഫോർ ഗ്രീൻ ജോബ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീൻ ജോബ്സിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ റേറ്റ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ നോംസ് അഥവാ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് മെയിൻ ഹിൻഡ്രൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ സ്ത്രീകളും കൂടി ഈ മേഖലയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സാധിക്കത്തുള്ളൂ, ആ ഒരു ബെറ്റർ ഡെവലപ്മെന്റ് ഇന്ത്യക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രീൻ മേഖല, ഗ്രീൻ ജോബ്സിലേക്ക് കൂടുതലായിട്ടും ഗ്രീൻ ട്രാൻസിഷനിലേക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീകളും കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ആ മേഖലയിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ തടയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ തൊട്ടും പറഞ്ഞല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഈ അപ്പാരൽ, ടെക്സ്റ്റൈൽ, ലെതർ, ഫുഡ്, ടബാക്കോ ആ മേഖലകൾ കൂടുതലായിട്ടും ആ ഗ്രീൻ ട്രാൻസിഷന്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ നമുക്കൊരു ലോ കാർബൺ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ എക്കണോമി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസിംഗ് വുമൺ റെപ്രസെന്റേഷൻ ഒബ്വിയസ്ലി പറഞ്ഞ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ ഇങ്ങനെ കൂടുതലായിട്ടും ആ മേഖലകളിലും കൂടെ സ്ത്രീകൾ കടന്നു വരുമ്പോഴേക്കും ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ലേബർ മാർക്കറ്റിൽ നിന്നും പതുക്കെ കുറഞ്ഞോളും. ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ ഗ്രാജുവലി വുമന്റെ ആണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണെങ്കിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിനെ നമ്മൾ കണ്ടതാണ്, ഓൾമോസ്റ്റ് 37% മാത്രമാണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അത് മുൻകാല വർഷങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. ബട്ട് അത് സ്റ്റിൽ ഒരു കുറവ് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷനകത്ത് അപ്രോക്സിമേറ്റ്ലി 50% സ്ത്രീകളുണ്ട്. അവിടെ നമ്മൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കണക്കാക്കുമ്പോൾ വെറും എത്ര മാത്രമേ വരുന്നുള്ളൂ, 37% മാത്രമേ വരുന്നുള്ളൂ. അത് സ്റ്റിൽ ഒരുപാട് വളരാനായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂറൽ ഏരിയാസിലൊക്കെ തന്നെ, സോറി, അർബൻ ഏരിയാസിൽ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, എസ്പെഷ്യലി സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കുമ്പോഴേക്കും വളരെ കൂടുതലാണ് കമ്പയർഡ് ടു റൂറൽ ഏരിയാസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രീൻ ജോബ്സ്, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നമ്മൾ ആ എഡിറ്റോറിയൽ പേജിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ MGNRGയെ പോലെ അർബൻ ഏരിയാസിലേക്കുള്ള ഒരു സ്കീം, അങ്ങനെ ആ മേഖലകളും കൂടെ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ജെൻഡർ ബേസ്ഡ് വ്യത്യാസങ്ങളും കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണെങ്കിൽ നമുക്ക് വർദ്ധിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന് അൾട്ടിമേറ്റ്ലി 2047 ആകുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്ന പോലെ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്താണ് ഗ്രീൻ ജോബ്സ്, എന്ത് സിഗ്നിഫിക്കൻസ് ആണ് നമ്മുടെ രാജ്യത്തിന് അത് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. കാരണം ഗ്രീൻ ജോബ്സ് എന്ന് പറയുമ്പോഴേക്കും എൻവയോൺമെന്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന തരം ജോലികളാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ 2070 ആണ് നമ്മൾ എയിം ചെയ്യുന്നത് ടു ബിക്കം എ കാർബൺ ന്യൂട്രൽ കൺട്രി. അപ്പൊ അതിലേക്ക് തീർച്ചയായിട്ടും എത്തണമെങ്കിൽ ഈ പറഞ്ഞ മേഖലകളിൽ റിന്യൂവബിൾ എനർജിയിലും വേസ്റ്റ് മാനേജ്മെന്റിലും ഗ്രീൻ ട്രാൻസ്പോർട്ടിലും അർബൻ ഫാമിങ്ങിലും ഒക്കെ തന്നെ ഒരുപാടധികം എംപ്ലോയ്മെന്റ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അല്ലെങ്കിൽ ഈ മേഖലകൾ കൂടുതൽ നമുക്ക് സ്ട്രെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഗവൺമെന്റ് ആണെങ്കിലും ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ സ്കീമുകൾ റണ്ണപ്പ് ചെയ്യുക, ആ മേഖലയിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടും ആ എംപ്ലോയ്മെന്റിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഈ പറഞ്ഞ പെർസെന്റേജ് ആരെ തന്നെ കൊണ്ടുവരണം, സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനായിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ ആർട്ടിക്കിളാണ്, ഇതൊരു ഫിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. ഒരുപക്ഷെ ഈ ഒരു വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമായിരിക്കും. ഫിലിപ്പൈൻ ആൻഡ് ചൈനീസ് വെസൽസ് കൊളൈഡ് ഇൻ ഡിസ്പ്യൂട്ടഡ് സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീയിലെ രണ്ട് വെസൽസ് ഈ പറഞ്ഞ ഷിപ്സ് ഈ പറഞ്ഞ പോലെ കൊളൈഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള, വേൾഡ് ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൗത്ത് ചൈന സീയുടെ മാപ്പാണ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇതാണ് സൗത്ത് ചൈന സീയുടെ ബേസിക് മാപ്പായിട്ട് നമുക്ക് പറയുന്നത്. ഈ ഡാഷ് ലൈൻ കാണിക്കുന്നതാണ് ചൈനയുടെ 9 ഡാഷ് ലൈൻ ആണ് ബേസിക്കലി ഈ ഒരു സാധനം കാണിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ 9 ഡാഷ് ലൈൻ പറയുന്നത് ചൈന ക്ലെയിം ചെയ്യുന്നത് ഫുൾ അവരുടെ ഏരിയ ആണ്. അതായത്
ഓൾമോസ്റ്റ് ഈ സൗത്ത് ചൈന സീ ഫുള്ള് ചൈനയുടെ ഏരിയ എന്നുള്ളതാണ് ചൈന അവകാശപ്പെടുന്നതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഈ സൗത്ത് ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് സൗത്ത് ചൈന സീ ഇസ് എൻ ആം ഓഫ് വെസ്റ്റേൺ പസഫിക് ഓഷൻ. വെസ്റ്റേൺ പസഫിക് ഓഷൻ്റെ ഒരു ആമാണ് ദാറ്റ് ബോർഡേഴ്സ് സൗത്ത് ഈസ്റ്റേൺ ഏഷ്യൻ മെയിൻലാൻഡ്സ്. ഓക്കെ, ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് സൗത്ത് ചൈന സീ ബോർഡർ ചെയ്യുന്ന നോക്കിയാൽ ബ്രൂണൈ, കംബോഡിയ, ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്വാൻ, തായ്ലൻഡ് ആൻഡ് വിയറ്റ്നാം. അത് ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കംബോഡിയ, വിയറ്റ്നാം, ഈ പറഞ്ഞ പോലെ വിയറ്റ്നാം, ചൈന, തായ്ലൻഡ്, ബ്രൂണൈ, മലേഷ്യ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ എന്തായാലും ബോർഡറിംഗ് സ്റ്റേറ്റ്സ് മനസ്സിലാക്കിയിരിക്കുക. ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ തായ്വാൻ സ്ട്രേറ്റ് വിത്ത് ദ ഈസ്റ്റ് ചൈന സീ. ഈസ്റ്റ് ചൈന സീയുമായിട്ട് സൗത്ത് ചൈന സീയെ കണക്ട് ചെയ്യുന്ന തായ്വാൻ സ്ട്രേറ്റ്, ഇതാണ് ഈസ്റ്റ് ചൈന സീ കേട്ടോ. ഈസ്റ്റ് ചൈന സീ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈസ്റ്റ് ചൈന സീ, ഈസ്റ്റ് ചൈന സീയെ സൗത്ത് ചൈന സീ, ഇത് സൗത്ത് ചൈന സീ, ഈ സൗത്ത് ചൈന സീയും ഈസ്റ്റ് ചൈന സീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന തായ്വാൻ സ്ട്രേറ്റ് ആണ്. ഇവിടെ തായ്വാൻ സ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഈ പറഞ്ഞ പോലെ ബൈ ദ ലുസോൺ സ്ട്രേറ്റ് വിത്ത് ദ ഫിലിപ്പൈൻ സീ. ഫിലിപ്പൈൻ സീയിലേക്ക് സൗത്ത് ചൈന സീയെ കണക്ട് ചെയ്യുന്നത് ഇത് ഫിലിപ്പൈൻ സീ ആണ്. ഇതാണ് ഫിലിപ്പൈൻ സീ. ഫിലിപ്പൈൻ സീയിലേക്ക് സൗത്ത് ചൈന സീ കണക്ട് ചെയ്യുന്നത് ലുസോൺ സ്ട്രേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കാം. ഈസ്റ്റ് ചൈന സീയും സൗത്ത് ചൈന സീയും തമ്മിൽ കണക്റ്റഡ് ആകുന്ന തായ്വാൻ സ്ട്രേറ്റിലൂടെയും ഫിലിപ്പൈൻ സീയും സൗത്ത് ചൈന സീയും തമ്മിൽ കണക്റ്റഡ് ആകുന്ന ലുസോൺ സ്ട്രേറ്റിൽ വഴിയാണെന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആർച്ചിപിലാഗോസ് ആണ് സ്പ്രാറ്റ്ലി ഐലൻഡ്സ്, പാഴ്സൽ ഐലൻഡ്സ്. പാഴ്സൽ ഐലൻഡ്സ് ഒക്കെ ഒരു തവണ UPSC ചോദിച്ചതാണ്. ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ് ഇതൊക്കെ തന്നെ. സ്പാഡ്ലി ഐലൻഡ്സ്, പാഴ്സൽ ഐലൻഡ്സ്, പിന്നെ പ്രാത്താസ് ഐലൻഡ്സ്, മക്ലസ്ഫീൽഡ് ബാങ്ക്, അതേപോലെ സ്കാർബോക്ക് ഷോൾ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ആർക്കിപിലാഗോസ്, അതുപോലെ ഈ 3 സ്പാഡ്ലി ഐലൻഡ്സ്, പാഴ്സൽ ഐലൻഡ്സ്, പ്രത്താസ് ഐലൻഡ്സ്, ഈ 3 ആർക്കിപിലാഗോസും അതേപോലെ തന്നെ ഈ ഒരു മക്ലസ്ഫീൽഡും അതേപോലെ തന്നെ സ്കാർബോക്ക് ഷോളും ഉള്ളത് ഇവിടെ തന്നെയാണ്, നമ്മുടെ സൗത്ത് ചൈന സീയിൽ തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് മക്ലസ്ഫീൽഡ് ബാങ്ക്, അതേപോലെ സ്കാർബോക്ക് ഷോളും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പാഴ്സൽ ഐലൻഡ്സ്, പ്രാത്താസ് ഐലൻഡ്സ് ആൻഡ് സ്പാഡ്ലി ഐലൻഡ്സ് ആണ് ബേസിക്കലി ഇവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വേൾഡ് ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനുള്ള. വേൾഡ് ജോഗ്രഫിയുടെ പോയിന്റിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴേക്കും അതിന്റെ മാപ്പ് ബേസിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. കാരണം മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരം പ്രിലിംസിന് വരാറുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. അടുത്തൊരു പ്രിലിംസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഫെബ്രുവരി മാസത്തിൽ ഈ പറഞ്ഞ പോലെ സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഇൻ ഫെബ്രുവരി മന്ത് സർവീസ് സെക്ടർ ഗ്രോത്ത് സ്ലോ ഡൗൺ എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് ബേസിക്കലി വന്നിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് വാർത്ത വന്നിരിക്കുന്നത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ എന്താണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പഠിക്കാനുള്ളത്. ഇത് S&P ഗ്ലോബൽ റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണെന്നുള്ള കാര്യം ഓർക്കുക. ഒരു സർവേ ബേസ്ഡ് ആയിട്ടുള്ള മെഷറാണ്. എങ്ങനെ ഇപ്പം പ്രസന്റ്ലി നമ്മുടെ എക്കണോമിയിൽ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നത്. ബേസിക്കലി പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് 2 രീതിയിലാണ് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത്. 2 മേഖലകളിലേക്ക്, ഒന്ന് മാനുഫാക്ചറിംഗ് മേഖലയിലേക്കും രണ്ടാമത് ഈ പറഞ്ഞ പോലെ സർവീസ് മേഖലകളിലേക്കും. അപ്പം മാനുഫാക്ചറിംഗ് മേഖലയിലേക്കും സർവീസ് മേഖലയിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഈ പറഞ്ഞു മാനുഫാക്ചറിംഗ് സർവീസ് സെക്ടേഴ്സിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കാം. S&P ഗ്ലോബൽ ആണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ PMI ഇസ് എ നമ്പർ ഫ്രം, ഈ ഇൻഡെക്സിനകത്ത് ബേസിക്കലി റാങ്കിങ് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ എക്കണോമിയുടെ അവസ്ഥ റാങ്കിങ് കൊടുക്കുകയാണ്. 0 മുതൽ 100 വരെയാണ് പോയിന്റുകൾ കൊടുക്കുന്നത്. ഇതിനകത്ത് 50 എന്ന് പറയുന്നത് മിഡിൽ പോയിന്റ് ആയ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മാസം വ്യത്യാസങ്ങളൊന്നുമില്ല, നോ ചേഞ്ച് എന്നുള്ളതാണ് 50 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ എ വാല്യൂ എബോവ് 50, 50 മുകളിൽ ഒരു വാല്യൂ ആണ് ഈ മാസം കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷോസ് എക്കണോമി ഈസ് എക്സ്പാൻഡിങ്. മുൻ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം എക്കണോമി വളർന്നുകൊണ്ടിരിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത്. അതേ സ്ഥാനത്ത് 50ന്റെ താഴേക്ക് പോയി കഴിഞ്ഞാലോ ആ ഒരു എക്കണോമി ഡിക്ലൈനിങ്ങിന്റെ ഭാഗം, അല്ലെങ്കിൽ എക്കണോമി പറഞ്ഞ കോൺട്രാക്ഷന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, എക്കണോമിയിൽ വളർച്ച കുറയുന്നു എന്നുള്ളതാണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. ദ PMI ഓഫ് പ്രീവിയസ് മന്ത് ഈസ് ഹയർ ദാൻ PMI ഓഫ് ദ കറന്റ് മന്ത്. ഈ മാസത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ മാസത്തെ PMI ഡേറ്റ കൂടുതലാണെങ്കിൽ ഇറ്റ് ഷോസ് ദ എക്കണോമി ഈസ് കോൺട്രാക്ടിങ്. നമ്മൾ തൊട്ടും പറഞ്ഞതാണ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് PMI, എന്താണ് PMIയുടെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിയുടെ കറന്റ് അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എ ഹൈ PMI റീഡിംഗ് ഈസ് സീൻ ആസ് എ പോസിറ്റീവ് സൈൻ ഫോർ എക്കണോമി. ഇതൊക്കെ പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിന്റെ ഹൈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, പോസിറ്റീവ് സൈൻ ആണ്, എക്കണോമി ഗ്രോ ചെയ്യുന്നതിന്റെ സൂചനയാണ് അവിടെ നൽകുന്നത്. എന്നാൽ എ ലോ PMI റീഡിംഗ് ഈസ് സീൻ ആസ് എ നെഗറ്റീവ് സൈൻ. ലോ PMI വാല്യൂ ഒരു നെഗറ്റീവ് സൈൻ ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ബിക്കോസ് അത് സൂചിപ്പിക്കുന്ന എക്കണോമി ഈ പറഞ്ഞാൽ എക്കണോമിയുടെ പെർഫോമൻസ് ഡ്രാഗിംഗ് ഡൗൺ ആണ്, അത് താഴേക്ക് പോകുന്നു അല്ലെങ്കിൽ എക്കണോമി സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ലോ PMI ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമി വളരുന്നു അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഹൈ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ കമ്പനികൾക്ക് വളരെയധികം ആവശ്യമാണ്. കാരണം അവർക്ക് ആ ഡേറ്റ നോക്കിയിട്ട് വേണം അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റം വരുത്തേണ്ടത്. നല്ല രീതിയിൽ എക്കണോമി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ എക്കണോമിയുടെ പെർഫോമൻസ് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് പ്രൊഡക്ഷൻ കട്ട് ചെയ്യാനും സാധിക്കും. അവരുടെ പ്രോഫിറ്റ് ഈ പറഞ്ഞ പോലെ ഒരേ ലെവലിൽ നിർത്താനും സാധിക്കും. ഒരുപാട് ലോസ് ഉണ്ടാകുന്നതിൽ നിന്നും കമ്പനികൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പോയിന്റ് എക്സാമിന്റെ രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയും ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഇന്നത്തെ പത്രത്തിനകത്ത് DNA യുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്